ശ്രീ ജിൻഡോ ജോൺ, ഇത്രയും ദിവസം SFIയെ കുറ്റവിചാരണ ചെയ്യാൻ, ഇത്രയും ദിവസം SFIയെ കുറ്റച്ചാർത്ത് നടത്താൻ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും KSUവും ഒക്കെ മുൻനിരയിലുണ്ടായിരുന്നു. നിങ്ങളുടെ വലിയ സമര പരമ്പരകൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയത്. സിൻജോയുടെ രാഷ്ട്രീയം സജീവ യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്ന് PM ഹർഷ ആരോപിക്കുന്ന മറുപടി എന്താണ്? മാധു, അതിൽ എന്തായാലും ആർഷ പറഞ്ഞ് ഞങ്ങൾക്കൊരു പുതിയ യൂത്ത് കോൺഗ്രസ്സുകാരനെ കൂടി സംഭാവന ചെയ്തതിൽ അദ്ദേഹത്തോട് അതിനുള്ള മറുപടി ഞാൻ പറയാം. അതിനേക്ക് മുമ്പേ അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? ദൗർഭാഗ്യകരമായ സംഭവം നടന്നതിൽ SFIക്ക് സങ്കടമുണ്ട് എന്ന്. എന്താണ് ഇവിടെ ദൗർഭാഗ്യകരം? ആ സിദ്ധാർത്ഥൻ്റെ കുടുംബത്തിന് ഒരു 5-6 ദിവസം അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ സമൂഹം ഇത് മറക്കുമ്പോൾ ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷയായിരുന്ന ആ പ്രതീക്ഷ ഇരുളടഞ്ഞു പോകും എന്നുള്ളതിനപ്പുറം എന്ത് ദൗർഭാഗ്യകരം എന്ന SFI ഉദ്ദേശിക്കുന്നത് അത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. പിന്നെ താങ്കൾ പറഞ്ഞത് അവിടെ നടന്നിട്ടുള്ള സംഭവം നീതീകരിക്കാൻ പറ്റാത്തതാണെന്ന്. അങ്ങനെയാണെങ്കിൽ അത്തരത്തിൽ നീതീകരിക്കാൻ പറ്റാത്ത ഒരു സംഭവത്തിലെ പ്രതിയും പിടികിട്ടാ പുള്ളി എന്ന് പറയുന്ന ആളാണ് എന്നോടൊപ്പം മാധുവിനോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആർഷോ കൂടെ പഠിച്ച അജാസ് എന്ന് പറഞ്ഞ KSUക്കാരനെ തട്ടിക്കൊണ്ടുപോയി കോളേജ് ഹോസ്റ്റലിൽ കെട്ടിയിട്ട് നെഞ്ചൊക്കെ കൊണ്ട് ഇടിച്ചു കൊല്ലാൻ നോക്കിയ കേസിലെ പ്രതിയാ. കോടതി പോലും ഇയാളെ എന്താ പിടിക്കാത്തെന്ന് പോലീസിനോട് ചോദിച്ചിട്ട് അതിന് ഉത്തരം പോലീസിനില്ല. അപ്പോഴാണ് അദ്ദേഹം സിദ്ധാർത്ഥന്റെ വിഷയത്തെക്കുറിച്ച് അഡ്രസ് ചെയ്യാൻ വരുന്നത്. ഇനി രണ്ടാമത്തത് അദ്ദേഹം പറഞ്ഞ SFI എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് ഇതിൽ ബന്ധമില്ലെന്ന്. ആ പൂക്കോട് കോളേജിലെ SFIയുടെ പ്രവർത്തകർ ഇലക്ഷൻ ജയിച്ചാൽ അത് SFIയുടെ നേട്ടം, അവിടുത്തെ ചെയർമാൻ ജയിച്ചാൽ അത് SFIയുടെ നേട്ടം. ചെയർമാനും പാർട്ടി സെക്രട്ടറിയും യൂണിറ്റ് സെക്രട്ടറിയും ഒക്കെ ചേർന്ന് ഒരാളെ അടിച്ചു കൊന്ന് കെട്ടിത്തൂക്കിയാൽ അത് സംഘടനയ്ക്ക് ബന്ധമില്ലെന്ന്. സംഘടന എന്താ വല്ല അന്യഗ്രഹ ജീവിയാണോ? ഈ പാർട്ടി ഓഫീസിൽ മാത്രം ഇരിക്കുന്ന പടം ഇട്ട് വെച്ചിരിക്കുന്ന ആളുകൾ മാത്രമാണോ ഈ സംഘടന എന്ന് പറഞ്ഞാൽ? സംഘടന എന്ന് പറഞ്ഞാൽ നേതാക്കന്മാരും പ്രവർത്തകരും എല്ലാവരും ചേർന്നതാ. അങ്ങനെ വരുമ്പോൾ ആ യൂണിറ്റിലെ പ്രധാനപ്പെട്ട ആളുകൾ എല്ലാവരും ഈ കേസിലെ പ്രതികളാണ്. പിന്നെ താങ്കൾ പറഞ്ഞു സിൻജോ ജോൺസൺ കോൺഗ്രസ്സുകാരനാണ്, യൂത്ത് കോൺഗ്രസ്സുകാരനാണെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനെന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന സിൻജോ ജോൺസൺ ഈ കേസിലെ മുഖ്യ പ്രതിയും മുഖ്യ സൂത്രധാരനുമാണെങ്കിൽ SFIക്ക് എന്താ സമരമില്ലാത്തത്? SFIയുടെ വയനാട് ജില്ലാ കമ്മിറ്റിക്ക് മാർച്ച് നടത്താൻ പറ്റാത്തത് എന്താ? SFIയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് എന്താ മാർച്ച് ഇല്ലാത്തത്, സമരമില്ലാത്തത്, പ്രതിഷേധമില്ലാത്തത്? നിങ്ങൾക്ക് എന്താ പ്രതിഷേധമില്ലാത്ത? ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ പ്രതിയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്നത്? 5-6 ദിവസം കഴിഞ്ഞിട്ട് കുറെ ക്യാപ്സ്യൂളായിട്ട് വന്നേക്കുക. ആരെങ്കിലും വിശ്വസിക്കുന്നു തോന്നുന്നുണ്ടോ? ഇനി ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നതിനോടൊപ്പം നിങ്ങൾ നടപടിയെടുത്തു എന്ന് ജിൻഡോയ്ക്ക് നല്ല ഉറപ്പുണ്ടോ നാളെ ഇത് തിരുത്താൻ ഇടവന്നാൽ വലിയ നാണക്കേടാകും? SFIയുടെ സംസ്ഥാന സെക്രട്ടറി അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു ഉത്തരവാദിത്തപ്പെട്ട മാധ്യമത്തിന്റെ ഫ്ലോറിൽ വന്നതെന്ന് വെറുതെ പറയും എന്നങ്ങ് വിചാരിക്കുന്നുണ്ടോ? ഞാൻ വിചാരിക്കുന്നില്ല എന്തായാലും. മാധു, ഈ നിമിഷം വരെ എനിക്ക് സിൻജോ ജോൺസന്റെ രാഷ്ട്രീയ പാരമ്പര്യത്തെക്കുറിച്ച് എനിക്കറിയില്ല. സിൻജോ ജോൺസൺ വയനാട് പൂക്കോട്ട് ലോ കോളേജ് വെറ്റിനറി കോളേജിലെ SFIയുടെ സജീവ പ്രവർത്തകൻ എന്നാണ് നമ്മളുടെയൊക്കെ അറിവ്. ഇനി മറിച്ചൊരു അറിവുണ്ടെങ്കിൽ അദ്ദേഹം പുറത്തു വിട്ടോട്ടെ, എനിക്ക് കുഴപ്പമില്ല. സിൻജോ ജോൺസന്റെ രാഷ്ട്രീയം ഇനി കോൺഗ്രസ്സുകാരനോ BJPക്കാരനോ അല്ലെങ്കിൽ ആരും ആയിക്കൊള്ളട്ടെ, സിൻജോ ജോൺസൺ എന്ന് പറഞ്ഞ നരാധമനെതിരെ നിങ്ങൾക്ക് സമരമില്ല എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾക്ക് സമരമുണ്ട്, ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. SFIയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് എന്തുകൊണ്ടാണ് അതിൽ പ്രതിഷേധമില്ലാത്തത്? അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളിൽ നിങ്ങളുടെ ആളുകൾ കൂടി ഉൾപ്പെട്ടത് കൊണ്ടാണോ? അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട മുഴുവൻ ആളുകളും നിങ്ങളുടെ ആളുകളാണ്. ഒരാൾ പോലും ആ ക്യാമ്പസിൽ എതിർത്ത് സംസാരിക്കാൻ മറ്റൊരു രാഷ്ട്രീയ സംഘടനയിലെ ഒരാൾ പോലും ഇല്ലാത്തടത്ത് നിങ്ങൾ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനെ പുതിയതായിട്ട് കണ്ടുപിടിച്ചു വന്നിരിക്കുന്നു. ഞാൻ പിന്നെ ചോദിച്ചു വന്ന കാര്യം, ഇത് മാധ്യമങ്ങൾ അറിയുന്നതിന് മുമ്പല്ല നിങ്ങൾ നടപടിയെടുത്തത്. മാധ്യമങ്ങൾ അറിഞ്ഞ് ഇത് വഷളായി ആ കുടുംബത്തിന്റെ പരാതി വന്നതിന് ശേഷം നിൽക്കക്കള്ളിയില്ലാതെ വന്നപ്പോൾ 4 ആളെ സസ്പെൻഡ് ചെയ്തതിന്റെ മേനി നടിക്കാൻ വരുന്നു. നിങ്ങൾക്ക് ആ ഡീനിനെതിരെ പരാതിയില്ലേ? ആ ഹോസ്റ്റലിലെ വാർഡനെതിരെ പരാതിയില്ലേ? ഈ ചെറുപ്പക്കാരന് 3 ദിവസം ഭക്ഷണവും വെള്ളവും കിട്ടാതെ മുറിയിൽ അടച്ചിട്ട് പീഡിപ്പിക്കപ്പെട്ടു, കൊന്ന് കെട്ടിത്തൂക്കി എന്നൊക്കെ പറയുന്ന ആക്ഷേപങ്ങളിൽ നിങ്ങൾക്ക് ഒരു മാനവികതയും തോന്നുന്നില്ലേ ആർഷോ? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? നിങ്ങൾക്ക് ഒരു മര്യാദ